വീടിൻ്റെ വീണ്ടെടുപ്പ് എന്ന വിഷയമാണ്. Redeeming the family. Redeeming the family in the 22nd or this century in which we live. അതിനെ ഒരു വാക്യം കൂടെ ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗത്തോട് ചേർന്ന് വായിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 7-ാം വാക്യമാണ്. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. നോവ built an ark for the redemption, the salvation of his family. Why do we need a redemption for the family? എന്തിനാണ് വീടുകൾ വീണ്ടെടുക്കപ്പെടേണ്ടത് എന്ന് ചോദിച്ചാൽ, വീടുകൾ എല്ലായ്പ്പോഴും, ഭവനങ്ങൾ എല്ലായ്പ്പോഴും ഉദ്ദേശിക്കപ്പെട്ട രീതിയിൽ മുൻപോട്ട് പോകുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് വീടുകൾക്ക് വീണ്ടെടുപ്പുണ്ടാകണം എന്ന വിഷയം ഉണ്ടാകുന്നത്. ആ തരത്തിലുള്ള ഒരു അനുഭവമാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കേട്ടത്. ആ വേദഭാഗവും തുടർന്നുള്ള ഇപ്പോൾ വായിച്ച വേദഭാഗവും മുൻനിർത്തിയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നോഹയുടെ കാലത്ത് വേദപുസ്തകം നമ്മോട് പറയുന്നു, കുടുംബങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ കുടുംബങ്ങൾ പാഴായിപ്പോയി. അതുകൊണ്ട് ഒന്നാമതായി നാം ധ്യാനിക്കുന്ന വിഷയം അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന വിഷയം പാഴായി പോകുന്ന കുടുംബങ്ങൾ എന്നുള്ളതാണ്. ഡിസാസ്ട്രസ് ഫാമിലീസ്. ഡിസൈൻഡ് ഫാമിലീസ് ഹാവ് ബിക്കം ഡിസാസ്ട്രസ്. നമുക്കറിയാം, കുടുംബം ദൈവത്തിൻ്റെ ഡിസൈനാണ്. ഫാമിലി ഈസ് ദ ഡ്രീം ഓഫ് ഗോഡ്. ഫാമിലി ഈസ് ദ ഡിസൈൻ ഓഫ് ഗോഡ്. എന്നാൽ ദൈവം ഒരു പുരുഷനെയും സ്ത്രീയെയും തമ്മിൽ യോജിപ്പിച്ചിട്ട് പറഞ്ഞു, ഇതാണ് ക്രിയേഷൻ്റെ കൾമിനേഷൻ. നമ്മൾ പലപ്പോഴും സൃഷ്ടിയുടെ മകുടം മനുഷ്യൻ എന്ന് പറയുമെങ്കിലും വേദപുസ്തകം കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ ആലങ്കാരികമായി ഈ വേദഭാഗം നമ്മോട് പറയുന്നു, കുടുംബമാണ് സൃഷ്ടിയുടെ മകുടമായി സംഭവിക്കുന്നത്. ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ക്രിയേഷൻ ഈസ് ദ ക്രിയേഷൻ ഓഫ് ഫാമിലി. അപ്പോൾ കുടുംബം ദൈവത്തിൻ്റെ ആലോചനയിൽ സംഭവിക്കുന്നതും ദൈവത്തിൻ്റെ ആഗ്രഹത്താൽ സംഭവിക്കുന്നതും ദൈവത്തിൻ്റെ പദ്ധതിയിൽ സംഭവിക്കുന്നതുമാണ്. അപ്പോൾ ദൈവത്തിന് കുടുംബത്തെക്കുറിച്ച്, കുടുംബം ഉണ്ടാകേണ്ടതിനെക്കുറിച്ച്, കുടുംബം എങ്ങനെ ഉണ്ടാകണമെന്നതിനെക്കുറിച്ച് ഒരാഗ്രഹമുണ്ട്. എന്നാൽ ഈ 6-ാം അധ്യായം വരുമ്പോൾ നമ്മൾ കാണുന്നത് ഫാമിലി മേക്കിംഗ് ഈസ് ഗോയിങ് ഓഫ് ട്രാക്ക്. ദൈവം ആഗ്രഹിച്ച വിശുദ്ധ ബന്ധങ്ങൾക്ക് പകരമായി കുടുംബജീവിതം അവിശുദ്ധ ബന്ധമായി മാറുന്നതിനെ നമ്മൾ ഈ വേദഭാഗത്ത് വായിക്കുകയാണ്. എങ്ങനെയാണ്? ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരെ കണ്ടു. എന്നാൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് പറഞ്ഞാൽ മോശം ആളുകളാണോ? അല്ല, നല്ല ബ്രീഡാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ. വാട്ട് എവർ ഇറ്റ് കൊണോട്ട്സ്, അതെന്തും ആയിക്കോട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് പറയുന്നത് നല്ല ബ്രീഡാണ്, നല്ല പെഡിഗ്രിയാണ്. ഇനി അവർ കണ്ടത് ആരെയാണ്? മനുഷ്യൻ്റെ പുത്രിമാരെ അല്ല. പുത്രിമാരെ എങ്ങനെ കണ്ടു? സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു. അപ്പോൾ ദ ബെസ്റ്റ് ബ്രീഡഡ് സൺസ് ഓഫ് ഗോഡ് ഹാഡ് സീൻ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡോട്ടേഴ്സ് ഓഫ് മെൻ. അപ്പോൾ ഇവരെന്തോ ചെയ്തു? തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു. അപ്പോൾ ഉണ്ടാകേണ്ടത് ആരാണ്? പണ്ട് ബെർണാഡ് ഷായുടെ അടുത്ത് ഒരു സ്ത്രീ എന്ന് ചോദിച്ച പോലെ അല്ലേ, ദ ബെസ്റ്റ് കോമ്പിനേഷൻ ഉണ്ടാകണം. കാരണം ദൈവത്തിൻ്റെ പുത്രന്മാർ ഏറ്റവും സൗന്ദര്യമുള്ള മനുഷ്യ സ്ത്രീകളെ അവർ ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു. അപ്പോൾ ഉണ്ടായതാരാണ്? ഗുണ്ടകൾ. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? വെൻ വി എക്സ്പെക്ട് ദാറ്റ്, അവരാരാ കണ്ടത് ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ ആണെന്ന്? അവർ കണ്ടു. So a group of people decided that the best combination to make a family is this. But out of this combination of the best, the worst had come out. ദൈവത്തിൻ്റെ പുത്രന്മാരും സൗന്ദര്യമുള്ള മനുഷ്യ സ്ത്രീകളും ചേർന്നപ്പോൾ ഗുണ്ടകളുണ്ടായി, മല്ലന്മാർ ഉണ്ടായി. അതിൻ്റെയൊക്കെ വേറെ കൊണോട്ടേഷൻസ് ഉണ്ടാകാം. പക്ഷെ എന്താണ് അതിൻ്റെ അർത്ഥം? ആരാണ് നല്ലതെന്ന് കണ്ടത്? എങ്ങനെയാണ് നാം ഒരു കാര്യം നല്ലതെന്ന് കാണുന്നത്?
പലപ്പോഴും നമുക്ക് വന്നു പറ്റുന്ന ഒരു വലിയ പ്രശ്നം ഇപ്പോൾ, ഞാൻ പൊതുവെ കാണുന്ന ഒരു പ്രശ്നം, നല്ല മനുഷ്യനാണ് പക്ഷേ ദൈവവിശ്വാസം ഇല്ലെന്നേ ഉള്ളൂ. He is very good. It doesn't matter whether he believes in anything or not. But how do we believe, how do we understand goodness? Goodness can become evil if God is opted out or God is pushed out. Goodness will cease to be good if God is put out. ആദി പാപമായി വേദപുസ്തകം ആലങ്കാരികമായി നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം, പാപമുണ്ടായത് ദോഷമായതിൽ നിന്നല്ല, ഏറ്റവും നല്ലതിൽ നിന്നാണ്. പുഴു പിടിച്ചതും ഉണങ്ങിപ്പോകുന്നതുമായ ഒരു പഴം തിന്ന് പാപമുണ്ടായി എന്നല്ല വേദപുസ്തകം ആലങ്കാരികമായി നമ്മോട് പറയുന്നത്. പിന്നെ the best. Why the best had become the most problematic? കാരണം they have looked at it not through the eyes of God. ദൈവത്തിൻ്റെ ദൃഷ്ടിയിലൂടെ അവർ ആ പഴത്തെ നോക്കിയിരുന്നെങ്കിൽ അത് അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളതല്ല എന്ന് തിരിച്ചറിഞ്ഞേനെയും. ഇവിടെയും ഒരു പക്ഷേ ഈ ദൈവത്തിൻ്റെ പുത്രന്മാർ, മനുഷ്യൻ്റെ സൗന്ദര്യമുള്ള പുത്രിമാരും, അവർക്ക് വേറെ കോമ്പിനേഷൻസ് ഒക്കെ കിട്ടുമായിരുന്നിരിക്കാം. ഇൻ അവർ ഇമാജിനേഷൻ വി ക്യാൻ ഇമാജിൻ ദാറ്റ് വേ. പക്ഷേ അവർ ചേർക്കപ്പെട്ടത് ആരുടെ ഡിസൈൻ പ്രകാരമാണ്? ദൈവത്തിൻ്റെ പദ്ധതിயின் പ്രകാരമല്ല. നാം ചോദിക്കേണ്ട ചോദ്യം, നമുക്ക് കുടുംബത്തെക്കുറിച്ചുള്ള ധാരണയിൽ, കുടുംബത്തിൻ്റെ രൂപീകരണത്തിൽ ദൈവത്തെ എത്രമാത്രം മുൻനിർത്തിക്കൊണ്ടാണ് നാം കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുടുംബ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ ഏറ്റവും മുൻഗണന, പരിഗണന എന്തിനാണ് നൽകുന്നത് എന്ന ചോദ്യമാണ്. ഞാൻ സാധാരണ മാമോദീസ മുക്കി ഈ കുഞ്ഞുങ്ങളെ അമ്മമാരുടെ കയ്യിലും അപ്പന്മാരുടെ കയ്യിലും കൊടുത്തിട്ട് ആശീർവാദം എല്ലാം പറഞ്ഞു കഴിഞ്ഞ് താഴെ വന്നിട്ട് പറയും, ഈ കൊച്ചുങ്ങളുടെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എപ്പോഴാ? മാമോദീസ മുക്കുന്നന്ന്. അതെന്തിനാ? ശിശു വിവാഹത്തിനോ ശൈശവ വിവാഹത്തിനോ? No. Their family making should not be an agenda at the age of 25 for us. It should be a prayer agenda for us at the 50th day. Because their family building, the family making should be the product of our prayer for seeking the design of God, for the will of God. അതുകൊണ്ട് ഞാൻ ആ ഭാഗം അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കൊച്ചുമക്കളെക്കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മളെക്കുറിച്ച്, how do we define our family? എങ്ങനെയാണ് കുടുംബത്തെ നാം വിഭാവന ചെയ്യുന്നത് എന്നുള്ളത് നാം വളരെ ഗൗരവമായി എടുക്കേണ്ടതാണ്. ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് ദ മോസ്റ്റ് ഗോഡ്ലി എന്ന്, മോസ്റ്റ് അല്ലെങ്കിൽ ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന കുടുംബങ്ങളിൽ സംഭവിച്ചത് അക്രമമാണ്, അധർമ്മമാണ്. നമ്മൾ ഈ വേദഭാഗം താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഈ അവിശുദ്ധ ബന്ധത്തിലൂടെ ഏറ്റവും നല്ലതെന്ന് വിചാരിച്ച് കണക്ക് കൂട്ടിച്ചേർത്ത കുടുംബങ്ങളിലൂടെ സംഭവിക്കുന്നത് അക്രമവും അസുരചിന്തയും അധാർമികതയുമാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല. Their imaginations have become faulty. Their morality has become challengeable. And their domestic and public context has become that of violence. ഏറ്റവും പാവനമായി തീരേണ്ട ഇടങ്ങൾ അക്രമത്തിൻ്റെതായി മാറുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ കുടുംബത്തിൻ്റെ ഏറ്റവും സിഗ്നേച്ചർ മൊമെൻ്റ് എന്താണ്? നമ്മുടെ കുടുംബങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം എന്താണ്? അറ്റ് ഹോം. നമ്മൾ എപ്പോഴും പറയും ഫീൽ അറ്റ് ഹോം. ഫീൽ അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് യുവേഴ്സ്. യു ഹാവ് എ സ്പേസ്. You have a comfortable space. You have a peaceful space.
അതുകൊണ്ടാണല്ലോ ചിലപ്പോഴെങ്കിലും നമ്മൾ പറയുന്നത് ഭൂമിയിലെ സ്വർഗമാണ് ഭവനം എന്നൊക്കെ പറയുന്നത്. സോ അവർ ഫാമിലി സ്പേസ് ഷുഡ് ബി ദ മോസ്റ്റ് പീസ്ഫുൾ സ്പേസ്. ബട്ട് അറ്റ് ടൈംസ് when things go off track, when things are not in the design of God, this very peaceful space becomes the conflictual space. അക്രമത്തിൻ്റെ അടയാളങ്ങളായി മാറുന്ന ഭവനാന്തരീക്ഷങ്ങൾ. ഇപ്പോഴും ഇത് കായിക യുദ്ധമാകണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഭവനങ്ങളിൽ ഉയർത്തപ്പെടുന്ന വാക്കുകൾ, we need to ask ourselves what kind of words that we use at home. എന്നോട് ഒരിക്കലും അമ്മച്ചി ചോദിച്ചു, അച്ഛാ എനിക്കൊരു സംശയം. ഞാൻ പറഞ്ഞു, എന്താ പറ. അതെ, ഈ നോഹയുടെ പ്രളയം വന്നു കഴിഞ്ഞപ്പം നോഹയും മക്കളും കുറച്ച് മൃഗങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും വെള്ളത്തിൽ പോയി. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ സാത്താൻ എങ്ങനെ വന്നു? കാരണം സാത്താൻ അതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഈ വെള്ളം വന്നപ്പം സാത്താൻ ഒഴുകിപ്പോയി. പിന്നെ എങ്ങനെ ഈ സാത്താൻ വന്നു? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരുടെ കാര്യമൊക്കെ എങ്ങനെ എനിക്കറിയാൻ പറ്റുക? അത് നിങ്ങളുടെ കുടുംബചരിത്രം വല്ലതും നോക്കിയാൽ ചിലപ്പോൾ എങ്ങനെ വന്നു എന്ന് അറിയുമായിരിക്കും എന്ന് പറഞ്ഞെങ്കിലും ഞാൻ സുല്ലിട്ടു പറ. എന്നാൽ അമ്മച്ചി പറഞ്ഞു, ഈ നോഹ ഈ പെട്ടകത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നു. എന്നിട്ട് ഓരോ മൃഗങ്ങളെ ഇങ്ങനെ ഈരണ്ടായിട്ട് ഇങ്ങോട്ട് കയറ്റുവാണ്. കയറ്റിയപ്പം സാത്താൻ വന്നു. പുള്ളിയോടെ കയറാൻ ഇങ്ങനെ ഇടിച്ച് കയറാൻ വന്നപ്പോൾ നോഹ പറഞ്ഞു, മാറുന്നില്ല സാത്താനെ. അപ്പം പുള്ളി പെർമിഷൻ ഇല്ല, വിസ അടിക്കാൻ കയറാൻ പറ്റുമോ? പുള്ളി അങ്ങ് മാറി നിന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ഓരോ മൃഗങ്ങളും വന്നപ്പം ഈ കഴുത വന്നു. നിങ്ങളതിന് ആ കഴുതകളെ ഒന്നും എനിക്കെതിരെ കേസ് കൊടുക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചോണ്ട് പറയുകയാണ്. പിടിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, ഞാൻ വെളിയിലത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ അല്ലേ പറഞ്ഞത്, അങ്ങനെയൊന്നും വിചാരിച്ചു കളയല്ല. അപ്പോൾ ഈ കഴുത ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ഒന്ന് അറച്ചറച്ച് നിന്നപ്പം നോഹയ്ക്ക് ദേഷ്യം വന്നു. നോഹ പറഞ്ഞു, ഇങ്ങോട്ട് കയറി വാ സാത്താനെ. ഈ പുള്ളി അങ്ങ് കയറിപ്പോയി. ഞാൻ പറയാൻ മനസ്സിലായേ? ഒന്ന് അറച്ചു നിന്ന പാവം കഴുതേ അല്പം ദേഷ്യം വന്ന നോഹ സാത്താനെ എന്ന് വിളിച്ചത് കൊണ്ടാണ് സാത്താൻ അകത്ത് കയറി പിന്നെയും ജീവിക്കുന്നതെന്ന് ഈ അമ്മച്ചി എന്നോട് പറഞ്ഞു. അപ്പം എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്തോ അമ്മച്ചി കഥയുടെ പൊരുള്? അമ്മച്ചി പറഞ്ഞു, വീട്ടിലായാലും നാട്ടിലായാലും പറയുന്ന ഓരോ വാക്കിനും പ്രത്യാഘാതമുണ്ട്. So we need to ask whether we are violent or not. I am not saying we are violent physically, but the kind of words, the kind of speech, the kind of conversations that will design and define whether our domestic context will become heavenly or satanic. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ നന്നായി തുടങ്ങണമെന്ന് ആഗ്രഹിച്ച കുടുംബങ്ങൾ പാഴായി പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് നോഹയുടെ ചരിത്രം ആരംഭിക്കുന്നത്. So there is always a possibility that divine spaces can become devilish. So it should be our continuous prayer and effort to fence our home. നമ്മുടെ വീടുകൾക്ക് വേലികൾ ഉണ്ടാകണം. എന്തിന്? വീടുകൾക്ക് വേലി ഉണ്ടാകേണ്ടത് അത് വിശുദ്ധമായി നിലനിൽക്കാൻ. നമ്മുടെ നാവുകൾക്ക് വേലി ഉണ്ടാവണം. നമ്മുടെ ചിന്തകൾക്ക് വേലി ഉണ്ടാവണം. നമ്മുടെ ചിന്തകൾക്ക് വേലി ഉണ്ടാകണം എന്നതിൻ്റെ അടയാളമാണ് അവരുടെ മനോരൂപണം. അത് ഏറ്റവും മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വേദഭാഗം അവസാനിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഒരു വാചകം പറയുന്നുണ്ട്, ഇങ്ങനെ കുടുംബങ്ങൾ നശിച്ചു പോയത് കൊണ്ട് ഭൂമി പാഴായി വഷളായി പോയി. അതിൻ്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ച് മനസ്സിലാക്കിയതിൽ നിന്നും ഈ വളിച്ചു പാഴായിപ്പോയി എന്ന് പറയുന്നതൊക്കെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പിഞ്ഞിപ്പോയി എന്നുള്ള അർത്ഥത്തിലാണ്. നമുക്കറിയാലോ, ഈ ഉടുപ്പൊക്കെ നമ്മൾ ഉപയോഗിച്ച് പിഞ്ഞിപ്പോകുക എന്ന് പറയുന്ന വാക്ക്
പിഞ്ചി 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 പിഞ്ഞി രണ്ടും ഉപയോഗിക്കാം. പിഞ്ചിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയോണ്ട് റിക്കവറി. സോ വെൻ ഫാമിലീസ് ആർ ബിക്കമിങ് ഓഫ് ട്രാക്ക്, ദ ഹോൾ വേൾഡ് ഈസ് ബിക്കമിങ് റോട്ടൺ. പിഞ്ഞിപ്പോകുന്ന അവസരം. അതുകൊണ്ട് തന്നെ അവസാനമായിട്ട് ഞാൻ പറയാൻ വരുന്നത്, ഈ ഭൂമിയുടെ വീണ്ടെടുപ്പ് ഭവനങ്ങളുടെ വീണ്ടെടുപ്പിലൂടെയാണ്. സഭയുടെ വീണ്ടെടുപ്പ് ഉണ്ടാകണമെങ്കിൽ വീടുകളുടെ വീണ്ടെടുപ്പ് ഉണ്ടാകണം. We need to fence our families. We need to fashion our families so that it will run on the track designed and defined and dreamed by God rather than our calculations and our manipulations. പാഴായി പോകുന്ന കുടുംബങ്ങൾ. രണ്ടാമത് നമ്മൾ ഈ വേദഭാഗത്ത് കാണുന്നത് പരിതപിക്കുന്ന ദൈവം. There is a disastrous families and a disappointed God. When God looks at the disastrous families, God becomes very disappointed. വേദപുസ്തകം ആരംഭിക്കുമ്പോൾ നാം ദൈവത്തെക്കുറിച്ച് വായിക്കുന്ന ഒരു വാക്യമുണ്ട്. ദൈവം എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം എന്ത് ചെയ്തു? നല്ലതെന്ന് കണ്ടത് എപ്പോഴാണ്? ഓരോന്നിനെയും നോക്കി. ഓരോന്നിനെയും നോക്കിയിട്ട് എന്ത് പറഞ്ഞു? നല്ലത് എന്ന് കണ്ടു. ദൈവത്തിൻ്റെ ജോലി എന്തോ? ദൈവത്തിൻ്റെ ജോലി എന്താണ്? നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലയോ? ദൈവം എന്തോ ചെയ്യുക? ദൈവം എവിടാണ്? ദൈവത്തിൻ്റെ ജോലി, ദൈവത്തിനാകെ ഒരു ജോലിയേ ഉള്ളൂ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ? അവൻ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. God is always looking. God is always watching. അവൻ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. നോക്കുമ്പോൾ ദൈവത്തിൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ വേറൊരു തരത്തിൽ ഇത് ചോദിക്കുകയാണ്. ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷമുള്ള അനുഭവം അല്ലേ സ്വർഗം? ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞു, ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ്. അതേതായിരുന്നു? കാശ്മീരോ? കുടുംബം. കുടുംബം. സ്വർഗം ഞാൻ എൻ്റെ നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടെന്നാൽ പോലും ഞാൻ പേര് പറഞ്ഞാൽ അവർക്കറിയാം, എന്നാലും ഞാനങ്ങ് പറയാണ്. ഞങ്ങൾ സാധാരണ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം പറയും, ഇന്ന് ടീച്ചർ പിച്ചി സ്വർഗം കണ്ടു. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ടീച്ചർ പിച്ചി സ്വർഗം കണ്ടു. അപ്പോൾ സ്വർഗം എന്ന് പറയുന്നത് എന്താണ്? ടീച്ചർ പിച്ചുമ്പോൾ കാണുന്ന സ്ഥലം. ഞാൻ ഇപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് ടീച്ചർ പിച്ചുമ്പോൾ നമ്മൾ സ്വർഗം കാണുന്നത്? പക്ഷെ എനിക്ക് വേറൊരു അനുഭവം കൂടെ ഉണ്ട്. നോക്കട്ടെ, ഇനി പറഞ്ഞ ആൾ വല്ല എവിടെയാണ് ഇരിപ്പുണ്ടോ എന്ന് നോക്കണം. ഞാനവിടുത്തെ ഒരു സ്ഥലത്ത് പോയി ആരാധനയെല്ലാം കഴിഞ്ഞ് തിരിച്ച് പള്ളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്നെ അറിയാമോ? ഞാനപ്പോൾ ഇങ്ങനെ ഒന്നുകൂടെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കൂടെ പ്രീ ഡിഗ്രിക്ക് പഠിച്ച ആളാണ്. പേരൊന്നും പറയത്തില്ല. ഞാൻ പറഞ്ഞു, ഇന്നാരല്ലയോ? അതെ, അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വന്നേ പറ്റൂ. ഞാൻ പറഞ്ഞു, വികാരി അച്ഛനോട് പറഞ്ഞാട്ട് അച്ഛൻ്റെ പ്ലാനൊക്കെ അനുസരിച്ച് ചെയ്യുക. അപ്പോൾ അച്ഛനെ ഉടനെ വികാരി അച്ഛനെ പോയി കണ്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ശരി, പോകുന്ന വഴിക്ക് അച്ഛനെ കൂടെ അവിടെ കൊണ്ടുവരാം. അപ്പം നാട്ടിലാണേ, ഇവിടെ അല്ല. അപ്പം ഞാൻ അവിടെ പോയി അച്ഛൻ്റെ കൂടെ പോയി. അവിടെ ചെന്ന് നിന്നപ്പം ഒരു 3 നില വീട്. ഞാൻ വിചാരിച്ചത് എന്തോ ബാങ്ക് കെട്ടിടമാണോ? അപ്പം നോക്കിയപ്പോൾ വീടാണ്. അങ്ങോട്ട് കയറിയപ്പം 2 സൈഡിൽ ഓരോ പട്ടി. അകത്തോട്ട് കയറിയപ്പം നമുക്കിനി ഞാൻ വിശദീകരിക്കണ്ടല്ലോ, സമയം ഇല്ല. അപ്പോൾ അത് വളരെ സന്തോഷമായിരുന്നു.
അപ്പോൾ അത് കഴിഞ്ഞ് ഞാനങ്ങ് തിരിച്ചു പോയി കഴിഞ്ഞപ്പം പിന്നത്തെ ആഴ്ച ഞാൻ വേറൊരു പള്ളിയിൽ ചെന്നപ്പം ഞങ്ങളുടെ കൂടെ പഠിച്ച വേറൊരു സഹോദരിയെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഞാൻ ഇന്നാരെ കണ്ടായിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറയാ, എൻ്റെ അച്ഛൻ അവൾ പ്രീ ഡിഗ്രിക്ക് 2 പ്രാവശ്യം തോറ്റെങ്കിലും ഇപ്പോൾ സ്വർഗമില്ലയോ? എന്തുവാ, 3 നില വീട്, 2 പട്ടി, 3 പെട്ടി. നമ്മൾ പറയത്തില്ലേ ഇപ്പോൾ സ്വർഗമില്ലയോ? സോ വാട്ട് ഡു യു മീൻ ബൈ സ്വർഗം? എന്നാൽ നാം ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വാചകമുണ്ട്, ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കി ദുഃഖിച്ചു. അപ്പൊ സ്വർഗം എന്താണ്? സ്വർഗം ദൈവത്തിൻ്റെ കണ്ണുനീര് വീഴുന്ന ഇടമാണ്. Many a time we romanticize and sanitize heaven as the most beautiful and peaceful place. May God forgive me for saying this, but in my opinion, there is flood of tears in heaven. ദൈവത്തിൻ്റെ കണ്ണുനീർ പ്രളയം സൃഷ്ടിച്ചിരിക്കുന്ന ഇടമാണ് സ്വർഗം. Because every time he looks, God is most of the time disappointed. അപ്പോൾ ഇനി ഒരു ചോദ്യം കൂടെ ചോദിച്ചാൽ ആ ഭാഗം അവസാനിപ്പിക്കാം. Can we change the ambience in heaven? Heaven, അതിനെക്കുറിച്ച് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ദൈവം ഇരിക്കുന്ന സ്ഥലം, ദൈവമുള്ള സ്ഥലം, അതിനെ ഒരു സ്പേസ് അല്ലായിട്ട് നമ്മൾ കൊണ്ടുപോകണ്ട. പക്ഷെ ദൈവത്തിൻ്റെ ഭാവത്തിന് നമുക്ക് മാറ്റം വരുത്താൻ ഒക്കുമോ ഇല്ലയോ? ഒക്കും. എങ്ങനെ? ദൈവത്തിന് ദുഃഖം ഉണ്ടാക്കുന്നതിനും ദൈവത്തിന് സന്തോഷം ഉണ്ടാകുന്നതിനും നമ്മൾ കാരണമാണോ? യേശു പറഞ്ഞു, അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ വെറും സന്തോഷമൊന്നുമല്ല, അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. There will be abundance of joy in the presence of God, in the mind of God, when somebody decides to go along the design of God. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളും നമ്മുടെ ഭവനങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിயின் പ്രകാരം മുൻപോട്ട് പോകുന്നതിന് സമർപ്പിക്കുന്ന ഓരോ സന്ദർഭത്തിലും നമ്മൾ സ്വർഗത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ്. ഇന്ന് പകൽ ദൈവം നമുക്ക് തന്ന ആയുസിൻ്റെ ദൈർഘ്യത്താൽ ദൈവം സന്തോഷിക്കുമോ ദുഃഖിക്കുമോ? Will God be happy for bringing us all here across the continents, across the sea? Is God happy? Will God be happy? If God is happy, let us say praise the Lord, but it should be, നമ്മൾ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ, എൻ്റെ ദൈവമേ, നീ എന്നെ ഈ പ്രദേശത്ത് കൊണ്ടുവന്നത് മൂലം ഇന്ന് സ്വർഗത്തിലെ സന്തോഷത്തിന് അളവ് വർദ്ധിക്കണം, അതിന് ഇടയാകട്ടെ എന്ന് പറയുമ്പോഴാണ് ദൈവം നമ്മെക്കുറിച്ച് അഭിമാനിക്കുന്നത്. ദൈവത്തിന് നമ്മെക്കുറിച്ച് അഭിമാനമുണ്ടോ? Will God be proud of us? Or will God be ashamed of us? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. അധികം മനസ്സിലാകത്തില്ല, പക്ഷെ ഒരു കാര്യം സത്യമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മുഖം ഒന്ന് ശ്രദ്ധിക്കണം. സാത്താൻ ചെന്ന് ദൈവത്തോട് പറയാണ്, നീ അവനെ ഇങ്ങനെ പൊത്തിപ്പൊതിഞ്ഞ് ആവശ്യത്തിലെല്ലാം കൊടുത്ത് അധികം കൊടുത്തിരിക്കുമ്പം അവന് നിന്നോട് സ്നേഹമുള്ളതിനകത്ത് എന്തോ കാര്യം? അതേത് ആർക്കും പറ്റുന്ന കാര്യമാണ്. നമുക്ക് ആ കഥയെല്ലാം അറിയാം. ഇവിടെ ദൈവം പറഞ്ഞു, നീ അവനെ തൊട്ടോ, അവൻ്റെ ജീവനെ മാത്രം തൊടരുത്. ദൈവം അങ്ങനെ പറയാൻ കാര്യമാണ്. ദൈവത്തിന് ഇയ്യോബിലാണോ വിശ്വാസം, ഇയ്യോബിന് ദൈവത്തിലാണോ വിശ്വാസം? രണ്ടുമുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്? നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം. ബട്ട് ദിസ് ഈവനിങ് വി നീഡ് ടു ആസ്ക് ourselves, can God trust us? എൻ്റെ വിചാരം, എനിക്ക് നമ്മുടെ ജെയിംസ് അച്ഛനൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം എന്താണെന്നറിയോ,
ഞാൻ പഠിപ്പിച്ചാന്നൊക്കെ പറയുന്നത് ഇപ്പം അച്ഛന് സന്തോഷമായിരിക്കും. അപ്പോൾ ഈ വെൻ യു സീ സംബഡി ഹും യു ടോട്ട് എക്സൽസ്, അത് നമ്മുടെ ചെറിയ നോസിച്ചനൊക്കെ ഒത്തിരി സന്തോഷം ആ കാര്യത്തിൽ ധാരാളം ഉണ്ടാകുന്ന ആളാണ്. വെൻ യു സീ സംബഡി യുവർ സ്റ്റുഡൻറ്റ് എക്സൽ ഇൻ സംതിങ് യു ബിക്കം പ്രൗഡ് ഓഫ് ദം. ഇല്ലേ? നമ്മുടെ ഒരു നാട്ടുകാരൻ പ്രൈം മിനിസ്റ്റർ ആയാൽ നമ്മൾ തലയും കുത്തി നിൽക്കും. ഇല്ലേ? അങ്ങനെ ഒരു പ്രയോജനം നമുക്ക് ചെയ്യണമെന്നില്ല. അച്ഛനായാൽ പോലും അത്രയും സന്തോഷമുണ്ട് നാട്ടുകാർക്ക്. ഇല്ലേ? എന്ന് പറഞ്ഞ പോലെ വി ബിക്കം പ്രൗഡ് ഓഫ് സംബഡി എൽസ്, പ്രൗഡ് ഫോർ സംബഡി എൽസ്. ഇവിടെ ഈ ദൈവം സാത്താനോട് പറയാണ്, നീ അവനെ തൊട്ടു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുഖം അഭിമാനം കൊണ്ട് ജ്വലിച്ചിട്ടാണ് പറഞ്ഞത് നീ അവനെ തൊട്ടു എന്ന്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ അവനെ അവിടോട്ട് കയറ്റി വിടല്ലേ. അറിയാ സാത്താനെ, കാര്യം അവൻ വന്നിട്ട് നിന്നോട് ചോദിക്കുകയാണ്, ഞാൻ ആ ഷാം ബി തോമസിനെ ഒന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ചാൽ ദൈവം സാത്താൻ്റെ കാലിന് പിടിക്കും. അയ്യോ നീ തൊടല്ലേ, അല്ലേ തന്നെ അവൻ ചോദിക്കാൻ നേരെ പറയുന്നില്ല, നീ തൊട്ട് കഴിഞ്ഞാൽ എന്നെ ഇട്ടേച്ച്. Can God trust us? Can God trust our family? Can God be proud of our family? നമ്മളെ കുടുംബമായി യോജിപ്പിച്ചതിൽ, നമുക്ക് കുഞ്ഞുങ്ങളെ തന്നതിൽ ദൈവത്തിന് അഭിമാനിക്കാമോ? ദൈവത്തിന് സന്തോഷിക്കാമോ? But here we see that Noah, can God trust us? മൂന്നാമത്തെ ധ്യാനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. So there is a disaster of family formation and there is a disappointment of God. പാഴായിപ്പോയ ജന്മങ്ങളുടെ നടുവിൽ പരിതപിക്കുന്ന ദൈവം കണ്ണുനീർ വാർത്തു നിൽക്കുമ്പോൾ there is a shining star of faith, devotion of Noah and family. പരിത്യാഗിയായ നോഹയും കുടുംബവും, when everything else is disastrous, here is somebody on whom God can look upon, because God needs partners. ദൈവത്തിന് കൂട്ടുകാർ വേണം, ദൈവത്തിന് കൂട്ടാളികൾ വേണം, ദൈവത്തിന് പങ്കാളികൾ വേണം. God is frantically, expectantly, fervently searching for partners whom God can trust, about whom God can be proud of. എന്താണ് നമ്മൾ നോഹയെക്കുറിച്ച് പറയുന്നത്, നോഹയെക്കുറിച്ച് കേൾക്കുന്നത്? ഒന്ന്, ഞാൻ ഇനി പെട്ടെന്ന് ബുള്ളറ്റ് പോയിന്റ്സ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ നേരത്തെ പറഞ്ഞ മോഡിഫിക്കേഷനിൽ പെട്ട ആളല്ല നോഹ. അവിടെ തകൃതിയായി നടക്കുന്നത് എന്താണ്? മാച്ചിങ് ഓഫ് ബെസ്റ്റ് ബ്രീഡും ബ്യൂട്ടിഫുൾ വിമൻ്റെയും ബ്രീഡിങ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നോഹ, he was born in a normal family. ഒരു പുരുഷൻ്റെ സ്ത്രീയുടെയും മകനായി, സാധാരണ പുരുഷൻ്റെ സ്ത്രീയുടെ മകനായി ജനിച്ച ഒരു മനുഷ്യനായി നമ്മൾ നോഹയെ കാണുകയാണ്. നോഹ as a son of normal parents, but his devotion was beyond boundaries. അതിരുകളില്ലാത്ത വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അടയാളമായി നോഹ നിലനിൽക്കുകയാണ്. 3 തരത്തിൽ അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നോവ ആസ് എ പേഴ്സൺ, നോവ ആസ് എ വിറ്റ്നസ് ആൻഡ് നോവ ആസ് എ ഫാമിലി മാൻ. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു സാക്ഷി എന്ന നിലയിൽ, ഒരു കുടുംബസ്ഥൻ എന്ന നിലയിൽ എങ്ങനെയാണ് നോഹ ദൈവത്തിന് അഭിമാനമായി മാറിയത് എന്ന് നമുക്ക് കാണാം. ആസ് എ പേഴ്സൺ എന്താണെന്നറിയാമോ? അവൻ ദൈവത്തോടു കൂടെ നടന്നു എന്നാണ് അവനെക്കുറിച്ച് പറയുന്ന വാക്യം. അതിൽ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. നോഹയുടെ അപ്പൻ്റെ പേരെന്താണ്? നോഹയുടെ അപ്പൻ്റെ പേരോ? ബൈബിൾ ക്വിസ്. ഓക്കെ, ഇഫ് ഐ അണ്ടർസ്റ്റാൻഡ് കറക്റ്റ്ലി ഇറ്റ് ഈസ് മെതുശലെ. അങ്ങേരെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദ ലോങ്കസ്റ്റ് ലിവ്ഡ് മാൻ. പക്ഷെ അങ്ങനെ കൊണ്ട് ദൈവത്തിന് വല്ല പ്രയോജനം ഉള്ളതായിട്ട് പറയുന്നുണ്ടോ? ഇല്ല. എന്താ വെച്ചാൽ ശരിയാണ്. ഇയാളിങ്ങനെ നീണ്ട് ജീവിച്ചിട്ട് വല്ല ഗുണവും ദൈവത്തിനുണ്ടായോ? ഉണ്ടതായിട്ട് അവിടെ പറയുന്നില്ല. ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു. ഹാനോക്കിൻ്റെ മകൻ
മെഥൂശലേഹ് ദൈവത്തിൻ്റെ കൂടെ നടന്നതായി പരാമർശമില്ല. മെഥൂശലേഹിൻ്റെ മകൻ നോഹ ദൈവത്തോടു കൂടെ നടന്നു. എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ അപ്പൻ ഗുണപ്പെട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. എൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ മറ്റെല്ലാവരും വേറെ രീതിയിലാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ കൂടെ ഓടേണ്ട കാര്യമില്ല. Here the choice is very clear. With whom are you walking? അവൻ അപ്പൻ നടന്നില്ല, പക്ഷേ അവൻ മാറാതെ നടന്നു. അവൻ ദൈവത്തെ വിട്ടുമാറാതെ നടന്നതുകൊണ്ട് അവൻ നാറാതെ നിന്നു. As a person, are we walking every day with Jesus? ഇന്ന് നമ്മെക്കുറിച്ച് കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം, അല്ലെങ്കിൽ ഒരു വിമർശനം, അല്ലെങ്കിൽ നിരീക്ഷണം, നവീകരണ പാരമ്പര്യപ്രകാരം വ്യക്തികളുടെ വിശ്വാസ ജീവിതത്തിന് മുൻഗണനയും അതിന് പ്രാമുഖ്യവും കൊടുത്തിരുന്ന ഒരു കാലത്ത് നിന്ന് വ്യക്തി വിശ്വാസ ജീവിതത്തിന് പ്രാമുഖ്യം കുറഞ്ഞുപോയോ എന്ന ചിന്തയാണ്. Are we harping on the necessity on a personal level to experience this joy of walking side by side with God? ദൈവത്തോട് കൂടെ നടന്ന ഒരു മനുഷ്യൻ. എപ്പോഴാണ് ഇയാൾ ദൈവത്തോടു കൂടെ നടന്നത്? മറ്റുള്ളവർ നടക്കാതെ ഇരുന്നപ്പോൾ. Noah was not going according to the majority of the people. The majority was walking away from God, but Noah was walking with God. അവന്റെ വിശ്വാസം അവൻ സംരക്ഷിച്ചതും നിലനിർത്തിയതും ഭൂരിപക്ഷം നോക്കിയല്ല, പൊതുവെയുള്ള അംഗീകാരം നോക്കിയല്ല. അത് മാത്രമല്ല, അവൻ ദൈവത്തിന് വേണ്ടി മണ്ടനായി ജീവിച്ചു. The more faithful he had become, the more foolish he was branded. ഇവൻ ഒരിക്കൽ പോലും കാണാത്ത മഴയുള്ള ഒരു കാലത്ത് പെട്ടകം പണിതാൽ അവനെ ആളുകൾ എന്ത് വിളിച്ചു? മണ്ടൻ. So for him, the question was whether he needs to be branded as a fool or faithful. So our families, should we be branded as foolish or faithful? Many a time we move away from the current culture, we move away from the prevailing floods and currents, we may be branded as fools. Can we dare to be faithful so that we can be branded also as fools? അവൻ ദൈവത്തിന് വേണ്ടി മണ്ടനായി നടന്നു. നമ്മൾ മിടുക്കരാകാനുള്ള ഓട്ടത്തിൽ, ഈ ലോകത്തിൽ മിടുക്കരാകാനുള്ള ഓട്ടത്തിൽ ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ അധികം വരത്തക്കവണ്ണമുള്ള ഓട്ടമാണോ നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നാം ശാന്തമായി ചിന്തിക്കണം. But the question is, do we dare to walk away from the majority, from the prevailing notions of family? അവരെല്ലാവരും പറഞ്ഞു. ഒരു വാചകം കൂടെ നമ്മൾ വായിക്കണം. ഇത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 38-ാം വാക്യം. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. They were merry making, but somebody was making an ark. Not merry making, but he is in a foolish endeavor. So as a person, he walked with God, he walked away from the ungods, and he walked as a fool from God. 2, Noah as a witness. നിങ്ങൾ വീട്ടിൽ പോയി 2 പത്രോസ് 2-ാം അധ്യായം 5-ാം വാക്യം വായിക്കണം. 2 പത്രോസ് 2-ാം അധ്യായം 5-ാം വാക്യം എന്താണെന്നറിയാവോ? He went around preaching the gospel. There is a possibility of redemption, but nobody listened. When nobody listened, he preached. നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ പറഞ്ഞാലൊന്നും
കേൾക്കത്തില്ല. അപ്പോൾ പറഞ്ഞാൽ കേൾക്കുമെങ്കിലേ നമ്മൾ പറയുള്ളൂ. But here, Noah is different. Even when people are refusing to hear, he was sharing what he has to share. ആരൊക്കെ സ്വീകരിക്കുന്നു എന്ന് നോക്കിയോ, ആരൊക്കെ അപ്ലോഡ് ചെയ്യുന്നെന്ന് നോക്കിയോ അല്ല നോവ റിഡംഷനെ കുറിച്ച് പറഞ്ഞത്, അപകടത്തിൽ നിന്ന് മാറാനുള്ള സുവിശേഷം അറിയിച്ചത്. He was without discouragement. വളരെ നിരാശപ്പെടുത്തുന്ന സാഹചര്യമായിരുന്നു. നോവയ്ക്ക് മക്കളുണ്ടായിരുന്നു എന്ന് വിചാരിച്ചു, ഉണ്ടെന്ന് നമുക്കറിയാം. അവർ സ്കൂളിൽ പോകുന്ന ആരുമാരെന്ന് വിചാരിച്ചു. ഇയാളുടെ വീടിൻ്റെ മുമ്പിലിട്ട് ഈ ആർക്ക് പണിയുമ്പോൾ അവരുടെ പിള്ളേരുടെ കൂട്ടുകാർ ചോദിക്കും, വാട്ട്സ് യുവർ ഫാദർ ഡൂയിങ്? അപ്പോൾ അവരെന്താ പറയും? ഹി ഈസ് മേക്കിംഗ് ആൻ ആർക്ക്. ആർക്ക് ഈസ് ഫോർ വാട്ട്? ബിക്കോസ് ദ റെയിൻ വിൽ കം. വാട്ട് ഈസ് റെയിൻ? അന്ന് വരെ റെയിൻ ഇല്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, എപ്പോഴോ വരാൻ സാധ്യതയുള്ള ഒരു റെയിൻ ഉണ്ടെന്ന് പറഞ്ഞ് ഇയാൾ വേറൊരു പണിക്കും പോകാതെ മുറ്റത്ത് പെട്ടകം പണിയാണ്. അപ്പോൾ അവർ ഈ പിള്ളേരോട് എന്തോ പറയും? ഈ പിള്ളേർ വീട്ടിൽ വന്ന് പറയാണ് എന്തുവാ? അപ്പ പിള്ളേർ ചോദിച്ചു, എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചു അപ്പന് വട്ടാന്ന് തോന്നുന്നു. അപ്പം പിറ്റേ ദിവസം തൊട്ട് പിള്ളേരുടെ കൂട്ടുകാരെ പ്രസാദിപ്പിക്കാൻ അപ്പൻ എന്തോ ചെയ്യണം? വട്ടം കറങ്ങി നടക്കണം, അല്ലയോ? Whom are we pleasing? When there is discouragement every day on various counts, are we giving up? എന്നാൽ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നു, അവൻ ഈ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നടന്നു. അവൻ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിതു. To redeem, to save his family, he built an ark. എന്താ അതിൻ്റെ അർത്ഥം? Noah is not working for the savings of the family. Noah is working for the salvation of the family. സേവിങ്സും സാൽവേഷനും തമ്മിൽ ഇച്ചിരി വ്യത്യാസം ഉണ്ടോ? ഉണ്ട്. പ്രിയമുള്ളവരെ, നമ്മോട് ചോദിക്കേണ്ട ചോദ്യം, are we toiling for the salvation of our family or only for the savings of the family? I very well understand the need for security, financial security, social security. But are we investing for the salvation of our family? കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി പെട്ടകം പണിത ഒരാൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. വാട്ട് ആർ വി ഗോയിങ് ടു ഡു ഫോർ അവർ ഫാമിലി? നിങ്ങളൊന്നും ചെയ്യുന്നില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് പറയാനല്ല ഞാനിവിടെ വന്നത്. ബട്ട് ഇറ്റ് ഈസ് മൈ വിഷൻ പ്രയർ that as people who are designed by God, who are defined by God, let us make God proud of us. Let us make God proud for sending us to this land. എന്തിനാ? നോഹ മൂലം ആ ദേശത്തിന് സ്വസ്ഥത നൽകി. ഒരു വാക്യം കൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ വലിയ പ്രളയം വന്ന്, അവസാനിക്കാത്ത പ്രളയം വന്ന് അവിടെ നിൽക്കുമ്പോൾ യഹോവ നോഹയെ കുടുംബത്തെ ഓർത്തു. Because of Noah, God redeemed the whole creation. ഒരു കുടുംബം, അതിൻ്റെ വിശ്വസ്തത, അതിൻ്റെ സ്ഥിരോത്സാഹം, ആ കുടുംബത്തിൻ്റെ ദൈവകൃപയിലുള്ള ആശ്രയം, അത് ചുറ്റുപാടിൻ്റെ രക്ഷയ്ക്കും ചുറ്റുപാടിൻ്റെ വീണ്ടെടുപ്പിനും മുഖാന്തരമായി മാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് വേദഭാഗം അവസാനിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങൾ മൂലം ചുറ്റുപാടുകൾക്കും സ്വസ്ഥതയുണ്ടാകണം. അതിന് ദൈവത്തോട് ചേർന്ന് നടക്കാൻ, മാറിപ്പോകാതെ നടക്കാൻ, കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നോഹയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ ഇനിയും നമുക്ക് ഇവിടെ നിന്ന് വായിക്കാം. ഞാൻ പകുതി വെച്ച് നിർത്തുകയാണ് ഈ ധ്യാനം. ഒറ്റ ചോദ്യം എനിക്കുള്ളൂ. ഇന്ന് രാത്രി തിരിച്ചു പോകുമ്പോൾ
കർത്താവേ, ഇന്ന് രാത്രി ഉറങ്ങി, ഞങ്ങൾ ഉറങ്ങി. നീ ഉറങ്ങാതെ ഞങ്ങളെ നോക്കുമ്പം ഞങ്ങളുടെ ഉറക്കത്തിലെ നിരൂപണവും ഞങ്ങൾ ഉണരുമ്പോഴുള്ള ഞങ്ങളുടെ ധ്യാനവും നാളെ മുതലുള്ള ഞങ്ങളുടെ ജീവിതവും നിൻ്റെ മുഖത്ത് കണ്ണുനീരിന് പകരം സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തിക്കാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും വാഴ്ത്തി ആശീർവദിക്കുമാറാകട്ടെ.